ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം ശ്ലോകം 10. കടലിലെഴും തരംഗനിര പോലെ കലങ്ങി വരുന്നുടനുടൻ ലഴിഞ്ഞു പല പറ്റൊഴിയുന്നതുപോൽ ഘടപടമെന്നെടുത്തിഹ തൊടുത്തു വഴക്കിടുമീ കുടമുടയുന്നതിനകമെടുത്തരുളിയിടണമേ. കടലിലെഴും, കടലിൽ ഉയരുന്ന, തരംഗനിര പോലെ, തിരമാല പോലെ, കലങ്ങി വരുന്നു, കാലുഷ്യത്തോടെ വന്നു ചേരുന്നു, ഉടനുടൻ, പെട്ടെന്ന് പെട്ടെന്ന്, ഉള്ളഴിഞ്ഞ്, മനസ്സു നശിച്ചു, പല പറ്റൊഴിയുന്നതുപോൽ, പല വസ്തുക്കളോടും ഉള്ള സംഘം ഇല്ലാതാവുന്നതുപോലെ, ഇഹ ഇവിടെ, ഘടപടമെന്നെടുത്ത് തൊടുത്തു വഴക്കിടും, കുടം, വസ്ത്രം എന്നും മറ്റും പറഞ്ഞ് ഓരോരോ വസ്തുക്കൾ എടുത്ത് അവയെ കാരണമാക്കി കലഹിച്ചു കൊണ്ടിരിക്കുന്നതും കുടം പോലെ പെട്ടെന്നുടയുന്നതുമായ ഈ ഞാൻ, ഉടയുന്നതിനകം, ഉടയുന്നതിനു മുമ്പ് എടുത്തരുളിയിടണമേ. എന്നെ കൈകൊണ്ട് അനുഗ്രഹിക്കണം. എൻ്റെ ദേഹം നശിക്കുന്നതിന് മുമ്പ് എന്നെ അങ്ങ് സ്വീകരിക്കുക. കടലിൽ ഉയരുന്ന തിരമാല പോലെ കാലുഷ്യത്തോടെ അറിവുയർന്നു വരുന്നു. അപ്പോൾ ഒട്ടും താമസിയാതെ മനസ്സ് പലതിൽ ചാടുന്ന സ്ഥിതി വിട്ട് പലതിലുള്ള സംഘം ഉപേക്ഷിക്കുന്നു. അതുപോലെ കുടം, പടം എന്ന് കരുതി പലതരത്തിൽ കലഹിക്കുന്ന ഈ കുടം ഉടഞ്ഞു പോകുന്നതിനു മുമ്പ് എന്നെ അങ്ങ് കൈകൊണ്ട് അനുഗ്രഹിക്കണം. സംഘമറ്റാൽ മനസ്സഴിഞ്ഞു മുക്തി നേടാം. അത് ശിവപദത്തിൽ ചേരുക തന്നെയാണ്. മരിക്കുന്നതിന് മുമ്പ് അതിനെ സാധിക്കണമെന്നാണ് പ്രാർത്ഥന. ശിവസ്തവം എന്നുകൂടി പേരുള്ള ഈ കവിത അന്താദിപ്രാസഘടിതമാകയാൽ അന്താദി എന്നും അറിയപ്പെടുന്നു. ഒരു പദ്യത്തിൻ്റെ അവസാനത്തെ വാക്കോ രണ്ടക്ഷരമോ അവസാന വരിയിലെ പ്രധാന പദമോ കൊണ്ട് അടുത്ത പദ്യം തുടങ്ങുന്നതാണ് അന്താദി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു.